ഹലോ എവ്രി വൺ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്കേർട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 5.5 മീറ്റർ ഫാബ്രിക്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വേസ്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വേസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് 29 ആണ് വേസ്റ്റ് വരുന്നത്. അതിനെ 4 മടക്കുന്നത് കൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 7.25 കിട്ടും. ഒരു 7.25 നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഇതുപോലെ മെഷർ ചെയ്തതിന് ശേഷം ഒരു കർവായിട്ട് വരച്ചു കൊടുക്കുക. ഒരു ചെറിയൊരു കർവ് പോലെ നമ്മൾ വരച്ചു കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് സ്കേർട്ടിൻ്റെ ലെങ്ത് ആണ്. സ്കേർട്ടിൻ്റെ ലെങ്ത് ഇവിടെ മെഷർ ചെയ്യുന്നത് 40 ഇഞ്ചസ് ആണ്. നെക്സ്റ്റ് നേരത്തെ വരച്ച കർവിൽ നിന്നും താഴേക്ക് 40 ഇഞ്ചസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെയും നമുക്കൊരു കർവിൻ്റെ ഷേപ്പിൽ കിട്ടും. സോ ഒരു സൈഡിലേക്ക് വരുമ്പോൾ 40 ഇഞ്ചസിന് നമുക്ക് ഫാബ്രിക്സ് തികയില്ല. സോ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത കർവൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ഫാബ്രിക്സ് നമ്മൾ നേരത്തെ മെഷർ ചെയ്ത സമയം 40 ഇഞ്ചസ് തികഞ്ഞില്ല എന്ന് പറഞ്ഞൊരു പാർട്ട് ഉണ്ടല്ലോ, ആ സൈഡിൽ ഇതുപോലെ വെച്ചിട്ട് 40 ഇഞ്ചസ് ഒന്നുകൂടി വേസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നും താഴേക്ക് മെഷർ ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ ഒരു കർവ് പോലെ നമ്മൾ വരച്ചിട്ട് ആ ഭാഗം കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് വേസ്റ്റ് ബാൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ചസ് ഒരു അത്യാവശ്യം നീളമുള്ളൊരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ നമ്മളിതുപോലെ 4 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. കട്ടിങ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോവുകയാണ്. സോ ആദ്യം ചെയ്യുന്നത് സ്കേർട്ടിന് ലെങ്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ ജോയിൻ ചെയ്യുക. സോ അത് നമ്മൾ ഇതുപോലെ 2 പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത്. അതിനെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് സ്കേർട്ടിൻ്റെ ഏത് ഭാഗത്താണോ നമുക്ക് നീളം കൂട്ടേണ്ടത് ആ ഭാഗത്ത് ഇതുപോലെ വെച്ചടിക്കുക. ഇവിടെ സ്കേർട്ട് 4 മടക്കിയിട്ടിട്ടാണല്ലോ വെട്ടിയതപ്പോൾ 2 പാർട്ടായിട്ടായിരിക്കും നമുക്ക് സ്കേർട്ട് കിട്ടുന്നത്. സോ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലൊരു സൈഡ് സ്ലിറ്റായിരിക്കും വരുന്നത്. സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് നോർമലി നമ്മൾ ചുരിദാറിലൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിക്ക് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സ്കേർട്ടിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം, അതായത് അംബ്രല്ല പോലെ വരുന്ന ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്കേർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ലൈനിങ്ങും വെച്ച് കൊടുക്കുന്നുണ്ട്. ലൈനിങ്ങും ഇതുപോലെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഇതുവരെ സെയിം പോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്കേർട്ടിൻ്റെ ഉള്ളിൽ ലൈനിങ് വെച്ചതിന് ശേഷം വേസ്റ്റ് ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്തും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വേസ്റ്റ് ബാൻഡാണ്. വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ ഭാഗം കുറച്ച് കട്ടിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ഞാനൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുന്നുണ്ട് ഇവിടെ.
അതും നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ വെച്ച് അടിച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇത്രയേ ഉള്ളൂ. ഇതാണ് സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.